ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ജൂപ്പിറ്റർ എന്ന കമ്പനിയുടെ ഒരു ഹൈബ്രിഡ് BLDC ഇൻവെർട്ടർ ഫാനാണ്. അതായത് 12 വോൾട്ട് ഡി സിയിലും 230 വോൾട്ട് എ സിയിലും വർക്ക് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ഫാൻ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഈ ജൂപ്പിറ്റർ ഫാൻസ് എന്ന കമ്പനി ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ. നല്ല പാക്കിങ്ങിലാണ് ഇത് നമുക്ക് എത്തിയത്. നമുക്ക് ഈ ഫാന് എടുത്തു നോക്കുമ്പോൾ 2 ഇൻപുട്ട് കാണാം. ആ റെഡും ബ്ലാക്കും വയർ 12 വോൾട്ട് ഡി സി ഇൻപുട്ടും, ആ 2 വൈറ്റ് കളർ വയർ 230 വോൾട്ട് എ സി ഇൻപുട്ടുമാണ്. ഇതിൻ്റെ സീരിയൽ നമ്പറും മാനുഫാക്ചറിംഗ് ഡേറ്റൊക്കെ നമുക്ക് ഈ സ്റ്റിക്കറിൽ കാണാം. പിന്നെ ഈ ബ്ലാക്ക് ഇന്നർ സർക്കിളിൽ ഒരു വൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. നമുക്ക് സ്പീഡ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴൊക്കെ അത് ഇൻഡിക്കേഷൻ ലൈറ്റ് തരും. പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, യാതൊരു കാരണവശാലും ഈ ഫാനിൻ്റെ കൂടെ റെഗുലേറ്റർ കണക്ട് ചെയ്യാൻ പാടില്ല. ഉള്ള റെഗുലേറ്റർ വിച്ഛേദിച്ചിടണം. ഈ കാണുന്നതാണ് ഈ ഫാനിൻ്റെ കൂടെയുള്ള 4 ലീഫിൽ ഒന്ന്. നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. അത് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മാറ്റ് ബ്ലാക്ക് കളറാണ്. ഇതേപോലത്തെ 4 ലീഫാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പ്രധാനമായും ഈ BLDC ഫാനിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് ബില്ല് പരമാവധി കുറയ്ക്കുക, അതായത് പവർ കൺസപ്ഷൻ കുറയ്ക്കുക. ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത് വെറും 25 വാട്ടാണ്. സാധാരണ ഫാനുകളുടെ പവർ കൺസപ്ഷനേക്കാളും 1/3 മാത്രമേ ഇതിന് വരുള്ളൂ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു കുഞ്ഞൻ നല്ല ഭംഗിയുള്ള റിമോട്ട്. ഇതിൽ നിരവധി മോഡുകളുണ്ട്. പിന്നെ 7 സ്പീഡുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഫാൻ സ്വിച്ച് ഓഫ് ആക്കാനും ഓൺ ആക്കാനുമുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ 4 ലീഫൊക്കെ നല്ല ഭംഗിയായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇൻപുട്ട് കൊടുക്കണം. ഇത് നമുക്ക് ബാറ്ററിയിൽ നിന്നോ സോളാർ പാനലിൽ നിന്നോ അല്ലെങ്കിൽ സോളാർ ചാർജ് കൺട്രോളർ വഴിയോ നമുക്ക് പവർ ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ കണക്ട് ചെയ്യുന്നത് സോളാർ ചാർജ് കൺട്രോളറിൽ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ ഈ 230 വോട്ട് ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചാർജ് കൺട്രോളർ വഴി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററി ഒരിക്കലും ലോ ആവില്ല. അത് ലോ ആവുന്നതനുസരിച്ച് അതിൻ്റെ ചാർജ് കൺട്രോളറിലുള്ള റിലേ അത് കട്ട് ഓഫ് ആക്കി കളയും. അങ്ങനെ നമുക്ക് ബാറ്ററി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് കൺട്രോളറിക്കുള്ള പ്ലസ് മൈനസാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. കൂടാതെ 230 വോൾട്ട് ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്, ആ മഞ്ഞ വയർ. അങ്ങനെ നമ്മൾ വൃത്തിയായി ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോകുന്ന വയറാണ് സോളാർ ചാർജ് കൺട്രോളറിലേക്ക് പോകുന്നത്. അതിന് നമ്മളൊരു വൈറ്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫുൾ സോളാർ സെറ്റപ്പിനെ പറ്റിയുള്ള വീഡിയോ വൈകാണ്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ എല്ലാം ഞാൻ വിശദമായി പറയുന്നതായിരിക്കും. നമുക്ക് ഫാനൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. ഇതിപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്ന് സോളാർ ചാർജ് കൺട്രോളർ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. നല്ല സ്പീഡാട്ടോ. 7 സ്പീഡിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ 12 വോൾട്ട് ഡി സി ഇൻപുട്ടിൽ നിന്നാണ് പോകുന്നത്. നല്ല സ്പീഡാണ്, നല്ല കാറ്റാണ്. കണ്ടോ, നമുക്ക് ഇപ്പോൾ LED ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ. അതിപ്പോൾ 6 സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ 6 തവണ ബ്ലിങ്ക് ചെയ്യും. 2 സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ 2 തവണ ബ്ലിങ്ക് ചെയ്യും. അതിന് വേണ്ടി മാത്രമാണ്. പിന്നെ അത് സ്റ്റേബിളായിട്ടും ബ്ലിങ്ക് ചെയ്തിരിക്കും. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ. നമുക്ക് റിവേഴ്സ് മോഡ് ഉണ്ട്, LED ലൈറ്റ്, സ്മാർട്ട് മോഡ്, 2 അവർ, 4 അവർ, 6 അവർ, 8 അവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടില്ലേ, LED ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ LED അങ്ങനെ സ്റ്റേബിളായിട്ട് കത്തും. വലിയ കാര്യമൊന്നുമില്ല, ഒരു ചെറിയൊരു ബെഡ്റൂം ലൈറ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിവേഴ്സ് മോഡാണ്. അത് ഈ തണുപ്പ് ഉള്ള സ്ഥലങ്ങളിലാണ്. തണുപ്പ് കാലങ്ങളിൽ ഈ ഫാൻ റിവേഴ്സ് മോഡിൽ കറങ്ങുകയും തണുപ്പ് അകറ്റുകയും ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് സ്വിച്ചൊക്കെ ഒന്ന് ഓഫാക്കാം. അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ മാത്രമല്ല, ഒരു റിവ്യൂ വീഡിയോ ആണ്. കാരണം ഞാനിത് പർച്ചേസ് ചെയ്തത് മെയ്യിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളം ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു പവർ ഔട്ട്പുട്ട് തന്നെയുണ്ട്. ഹൈലി റെക്കമെൻഡഡ് ഫാനാണ്. പിന്നെ മാത്രമല്ല ഇതിന് കുറേ കളർ വേരിയൻസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ 3 ലീഫ് വേരിയൻ്റ് ഉണ്ട്. ഇത് 4 ലീഫുള്ളതാണ്. 3 ലീഫ് വേരിയൻ്റ് ഉണ്ട്. അതിനൊരു 400 രൂപ കുറവുണ്ട്. മാത്രമല്ല നമുക്ക് പലതര EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. ബജാജ് ഫിൻസർവ് ഉണ്ട്, ആമസോൺ പേ, ICIC ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ആക്സിസ് ബാങ്കിനുണ്ട്, ജസ്റ്റ് മണി EMI ഉണ്ട്. അങ്ങനെ ഒരു കുറേ EMI ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ കറൻറ്റ് എമൗണ്ട് വരുന്നത് 4600 രൂപയാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാം, ഇൻസ്റ്റാൾ ചെയ്യാം. മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കുറയ്ക്കുക. ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ കൂടുതലാണല്ലോ. അപ്പോൾ ഒരു 3 റൂമിൽ ഇത് മേടിച്ച് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് 3/1 കുറയുന്നതായിരിക്കും. ഇതാണ് ആമസോണിലത്തെ ഇവരുടെ പേജ്. താല്പര്യമുള്ളവർക്കൊന്നും വിസിറ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് കമ്പനി 3 കൊല്ലത്തെ വാറൻറ്റി നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, യാതൊരു കാരണവശാലും റെഗുലേറ്റർ ഫാനിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യരുത്, എങ്കിൽ വാറൻറ്റി വോയിഡ് ആവുന്ന ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ
ഇവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ വാറൻറ്റി രജിസ്റ്റർ ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ 3 കൊല്ലത്തെ വാറൻറ്റി കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.